സമൂഹത്തിനായി ജീവിതം സമർപ്പിച്ച ഒരാൾ മനുഷ്യ സേവനത്തിൻ്റെ വഴിയിലൂടെ ലോകശ്രദ്ധ നേടിച്ചേർന്ന ഒരു പ്രചോദന കഥ. തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ എ അഷ്റഫിൻ്റെ ജീവിതവും നേട്ടങ്ങളും ഒരു പ്രത്യേക റിപ്പോർട്ട്. സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങളിലൂടെ കേരളത്തിനും രാജ്യത്തിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ ഡോക്ടർ എ അഷ്റഫ്. 1965 ജൂലൈ 30 തിരുവനന്തപുരത്ത് ജനിച്ച അഷ്റഫ് ബാല്യകാലം മുതൽ തന്നെ മനുഷ്യസ്നേഹവും സാമൂഹ്യ സേവനത്തോടുമുള്ള താല്പര്യം പുലർത്തിയ വ്യക്തിയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് വണികർ സീറ്റിൽ തഹ്ലീൻ മനസ്സിൽ ബാലരാമപുരം വഴിമുക്കിൽ ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ട്രസ്റ്റ് ഓഫീസിൽ പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം ഭാഷകളിൽ പ്രാവീണ്യമുള്ള അഷ്റഫ് തൻ്റെ അറിവും കഴിവുകളും സമൂഹത്തിൻ്റെ പുരോഗതിക്കായി വിനിയോഗിച്ചു. കാലക്രമേണ അദ്ദേഹം നിരവധി പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ഇന്ത്യയുടെ സുപ്രീം ചെയർമാനായും ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ ഇന്ത്യയുടെ സുപ്രീം ചെയർമാനായും പ്രവർത്തിക്കുന്നു. കൂടാതെ ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ട്രസ്റ്റിൻ്റെ ചെയർമാനായും ജമാഅത്ത് കൗൺസിലിൻ്റെ സ്ഥാപകനും പ്രസിഡന്റുമായും പ്രവർത്തിച്ചു. കൂടാതെ മമ്മി ഡാഡി ഗ്രൂപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനും സിഇഒയുമായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ എന്നതിലുപരി എഴുത്തുകാരനായും അദ്ദേഹം ശ്രദ്ധ നേടി. അലിഫ് സ്വനീർ, സൂറ, നേർക്കാഴ്ച, റംസാൻ നിലാവ്, റഹ്മ എന്നീ കൃതികൾ പ്രസിദ്ധീകരിച്ച് സാഹിത്യരംഗത്തും തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. 40 വർഷത്തിലേറെ നീണ്ട സാമൂഹ്യ സേവന ജീവിതം അദ്ദേഹത്തെ അനവധി പുരസ്കാരങ്ങൾ തേടിയെത്താനിടയാക്കി. ഹ്യൂമൻ റൈറ്റ്സ് നോബൽ അവാർഡ്, മദർ തെരേസ പീസ്ഫുൾ അവാർഡ് 2024, ഭാരത് ബ്രേവറി അവാർഡ് 2023, ഡോക്ടർ APJ അബ്ദുൽ കലാം രത്ന അവാർഡ് 2023, ഉത്തം ഭാരത് പുരസ്കാർ 2023 എന്നിവയ്ക്ക് പുറമെ ഇൻ്റർനാഷണൽ സ്റ്റാർ അവാർഡ്, സത്യമേവ ജയതേ നാഷണൽ ഓണർ 2026, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, ഭാരത് സംവിധാൻ രത്ന, യൂറോപ്യൻ ബുക്ക് ഓഫ് ഗ്ലോബൽ റെക്കോർഡ് 2026, ഏഷ്യ ബുക്ക് ഓഫ് അച്ചീവ്മെൻറ്റ് റെക്കോർഡ് 2026, പ്രൈം ഓണർ 2026, ഗ്ലോബൽ പ്രസ്റ്റീജിയസ് അവാർഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്ലോബൽ മെറിറ്റ് റെക്കോർഡ്, വേൾഡ് ഹെൽത്ത് സർവീസ് എക്സലൻസ് അവാർഡ്, എബ്രഹാം ലിങ്കൺ ഗ്ലോബൽ എക്സലൻസ് ഓണർ 2026, പ്രൈഡ് ഓഫ് ഇന്ത്യ ഓണർ, മഹാവീർ ആദർശ് നാഗരിക് സമ്മാൻ 2026, ഗ്ലോബൽ ക്രൗൺ ഓഫ് ഇൻസ്പയറിംഗ് അച്ചീവ്മെൻറ്റ് 2026, രാഷ്ട്രപിത മെമ്മോറിയൽ നാഷണൽ അവാർഡ് 2026, പാരമൗണ്ട് അച്ചീവ്മെൻറ്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ശ്രേഷ്ഠ ഭാരത് പുരസ്കാർ, ഗവർണർ സുപ്രീം ലെഗസി ഓണർ 2026, പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഗ്ലോബൽ ഐക്കൺ അവാർഡ് 2026 എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തി. കൂടാതെ ലോക റെക്കോർഡ് ബുക്കുകളിൽ ഇടം നേടിയിട്ടുള്ളതും വിവിധ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും അംഗീകാരം നേടിയിട്ടുള്ളതും ശ്രദ്ധേയമാണ്. ഇതിൻ്റെ ഭാഗമായി 2023 ജനുവരി 17 മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ 24 മണിക്കൂറിനുള്ളിൽ 50,000 പുതപ്പുകൾ വിതരണം ചെയ്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ച ലോക റെക്കോർഡ് സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഡോക്ടർ കുൽഭൂഷൺ മിത്തൽ നയിച്ച സംഘവും ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 3233 G1 ഉൾപ്പെടെയുള്ള സംഘടനകളും ചേർന്നാണ് ഈ നേട്ടം. ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തതിനുള്ള ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നൽകുകയും ചെയ്തു. കൂടാതെ 2025 ലോക റെക്കോർഡുകളും സ്വന്തമാക്കി. സാമൂഹ്യ സേവന രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടവയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം സ്വദേശിയായ അഷ്റഫ് ഇന്നും സാമൂഹ്യ സേവന രംഗത്തും മാധ്യമരംഗത്തും സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഈ നേട്ടങ്ങൾ നാട്ടുകാരിലും സാമൂഹിക രംഗത്തുള്ളവരിലും വലിയ അഭിനന്ദനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ആദ്യമായി ഞാൻ വളരെ അധികം സന്തോഷത്തിലെയും അഭിമാനമായിട്ടാണ് നിങ്ങളെ മുമ്പ് നിൽക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതിൻ്റെ ഭാഗമായി എനിക്ക് എൻ്റെ സേവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അംഗീകാരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് 2 ദിവസത്തിന് മുമ്പ് എനിക്ക് എൻ്റെ കയ്യിൽ നമ്മളുടെ ഓഫീസിൽ വരെയും അതെൻ്റെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്തു. കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏകദേശം 5 വർഷക്കാലമായിട്ട് ഏകദേശം 50ഓളം അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 5 വർഷം പറയണത് വെറും 5 വർഷമല്ല. ഞാൻ ഈ സംഘടനയിൽ വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നത് ഒരു 10 വർഷം, ഏകദേശം 9 വർഷം കഴിഞ്ഞു. എനിക്ക്
ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഞാനത് ഈ അവാർഡ് കിട്ടാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു പ്രവർത്തകനല്ല ഞാൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ അതായത് കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് ജനസേവനങ്ങൾ നാം സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കേരളത്തിൽ തന്നെ വയനാട്, മലപ്പുറം സൈഡിലൊക്കെ ഞങ്ങളുടെ സേവനങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ സംഘടന ആദ്യം കേരളത്തിൽ തുടക്കം കുറിച്ചെങ്കിലും ഈ 2020 ശേഷം ഞങ്ങളുടെ സംഘടന കേരള സംസ്ഥാനം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്രവർത്തന മികവിൻ്റെ ഭാഗമായി മേഖലയിൽ നമ്മൾ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ പല സംസ്ഥാനങ്ങളും എനിക്ക് പോവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിൽ നമ്മളുടെ സംഘടനയുടെ ലേബിൾ ഞാനല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2023 ജാനുവരി 17 മധ്യപ്രദേശ് ഇൻഡോറിയറിൽ നടന്ന ഒരു പരിപാടിയിൽ 24 മണിക്കൂറിനുള്ളിൽ 50,000 ബെഡ്ഷീറ്റ് വിതരണം ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു അവാർഡ് മീറ്റിങ്ങിൽ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ ഗുൽസുസൻ മിക്തത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയായിരുന്നു. ആ സംഘടന ആ പരിപാടിയിൽ നമ്മളുടെ ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഘടനകളും അല്ലാതെ തന്നെ ഒരുപാട് സംഘടനകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ സംഘടനയുടെ ഭാഗമായി എനിക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പരിപാടിയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള ഒരു വലിയ ഒരു സേവനം, ഞങ്ങളുടെ സംഘടനയുടെ സേവനം ആ പരിപാടിയിൽ, ആ 24 മണിക്കൂറിൻ്റെ പരിപാടിയിൽ ചെയ്തതിൻ്റെ ഭാഗമായി ആണ് എനിക്ക് അതിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. എന്നാൽ 100% ഈ ഗിന്നസ് അവാർഡ് എൻ്റെ കിട്ടണമെന്നുള്ള രീതിയിൽ ഞാൻ പങ്കെടുത്തുന്നതല്ല. തികച്ചും ജനസേവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ജനസേവനം ചെയ്യുക. അതാണ് ഞങ്ങളുടെ അജണ്ടയിൽ പ്രധാനപ്പെട്ടത്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെയും അതിൻ്റെ ഒരു ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും പറഞ്ഞ സമയത്ത് എനിക്ക് അത് വളരെ സന്തോഷം തോന്നുന്നു. എന്നാൽ ഇതിൽ ഒന്ന് മാത്രം വളരെ സത്യസന്ധമായി പറയാണ്, ഈ കിട്ടിയ അവാർഡ്, അതായത് ഈ കാലം എനിക്ക് ഈ 40 വർഷം കൊണ്ട് ചെയ്യുന്ന ജനസേവനത്തിൻ്റെ ഭാഗമായി ഏകദേശം ഗിന്നസ് അവാർഡ് ഉൾപ്പെടെ വേൾഡ് സംസ്ഥാനങ്ങളിലും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലുമായിട്ട് ഏകദേശം 50ഓളം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഒറ്റയ്ക്ക് എനിക്ക് കിട്ടി എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് ഒരു അഭിമാനവും ഞാൻ പറയില്ല. ഇത് സംഘടനയുടെ മൊത്ത ഭാഗമായിട്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. എന്നാൽ ഇതിൽ കിട്ടിയ ഇന്ന് ഗിന്നസിൻ്റെ വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്കും ചേർത്ത് എൻ്റെ ഒരു കൂട്ടായ്മയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ്. അതിനാണ് ഞാൻ ഇത്രയും പ്രാതിനിധ്യം കൊടുക്കുന്നത്. അതായത് ഇത് എനിക്ക് മാത്രം പറഞ്ഞിട്ട് എനിക്ക് അവകാശം കൊണ്ടാടാൻ പറ്റത്തില്ല. അത് ഞാൻ ഈ സംഘടന ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ട്രസ്റ്റ് ഇന്ത്യയുടെയും ഹ്യൂമൻ റൈറ്റ്സ് വെൽഫെയർ കൗൺസിൽ ഇന്ത്യയുടെയും സുപ്രീം ചെയർമാനുള്ള ഒരു പദം വെച്ചുകൊണ്ട് ഞാൻ ഒരു വലിയ ഒരു നേതൃത്വ നിലയിലെ ഒരു നേതാവായി ഇരിക്കുന്നതിൻ്റെ ഭാഗമായി അത് എൻ്റെ പേര് വരണതല്ലാതെ ഈ അവാർഡുകളെല്ലാം അത് എനിക്ക് മാത്രമുള്ളതല്ല എന്നുള്ളത് 100% ഞാൻ നിങ്ങളെ മുമ്പ് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഈ അവാർഡിനുള്ളത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പറഞ്ഞ ഓരോരുത്തർക്കും അതിൽ പറഞ്ഞതാണ്. ഞങ്ങളുടെ ഈ സംഘടന പറഞ്ഞത്, കൂട്ടായ്മ പറഞ്ഞത്, ഈ അവാർഡിനുള്ളത് അത് എൻ്റെ കൂടെ കൂടുതലായിട്ടും എൻ്റെ കൂടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർ നമ്മളുടെ മാനേജിംഗ് ട്രസ്റ്റിയായ എൻ സംസ്കൃതി ഹാജി, അതുപോലെ തന്നെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ജനറൽ സെക്രട്ടറി, നാഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ അരൂജ് സാർ ഉൾപ്പെടെ തന്നെ പലരും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കൂട്ടായ പ്രവർത്തനം വേണം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന വ്യക്തിത്വങ്ങൾ നിറഞ്ഞ വ്യക്തികളാണ് ഇതിൽ കൂടുതലുള്ളത്. അതായത് ഡോക്ടർ എ താജുദ്ദീൻ, എം താജുദ്ദീൻ, ഡോക്ടർ അമീർ അബൂബക്കർ, ഡോക്ടർ എം എസ് ഷാജി, ഡോക്ടർ ബി ആർ സജീർ സാർ, അതുപോലെ ഡോക്ടർ റഹീം ആലപ്പുഴ, അതുപോലെ തന്നെ
ഡോക്ടർ AK അബ്ദുൽ ഗഫൂർ മലപ്പുറം, അതുപോലെ ഡോക്ടർ അല്ലാപ്പുച്ചെ മാഹിൻ, ഡോക്ടർ ഷഹീർ മാഷർ, അതുപോലെ ഡോക്ടർ ഹക്കീം കരമന, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ കലാം മിസ്വാഹി, അതുപോലെ തന്നെ ഡോക്ടർ മഷൂദ്, അതുപോലെ ഡോക്ടർ അരുൾ രാജി, അതുപോലെ തന്നെ ഡോക്ടർ ശിവപാലൻ സാർ, അതുപോലെ ഡോക്ടർ ഗിരീഷ് സാർ, അതുപോലെ ഡോക്ടർ ശ്രീജിത്ത് സാർ, ഡോക്ടർ NB സുരേഷ് കുമാർ സാർ, ഡോക്ടർ നന്ദകുമാർ സാർ ഉൾപ്പെടെ പലരുടെയും അവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയിൽ എത്താൻ സാധിച്ചതിനുള്ളത് വളരെയധികം സത്യമാണ്. അത് ഈ അവാർഡിനുള്ളത് എനിക്ക് മാത്രം ആവശ്യപ്പെട്ടതില്ല, എൻ്റെ കൂടെ ഉള്ള എല്ലാ സഹപ്രവർത്തകരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും ആത്മാർത്ഥ സേവനം. എന്തുകൊണ്ടാൽ ഇത് ഒരു ചാരിറ്റി വർക്കാണ്. ചാരിറ്റി വർക്കാവുന്ന സമയത്ത് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ചെലവുകളുണ്ടാകും. ശാരീരം, സമയം, സമ്പത്ത് എല്ലാം ചിലവാക്കിക്കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെ കഠിന അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ അവാർഡുകളൊക്കെ കിട്ടുന്നത്. ആയതുകൊണ്ട് ഈ അവാർഡിനുള്ളത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സഹപ്രവർത്തകരുടെയും ചേർത്തുള്ള ഒരു അവാർഡിനുള്ളത് കൂടെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇപ്പോഴീ അവാർഡ് ശരിക്കും കിട്ടുന്നത് പുതപ്പുകൾ, ബ്ലാങ്കറ്റുകൾ, അതെ അതെ, അത് എവിടെയായിരുന്നു എന്നുള്ളത് പറയാം. ഇത് മധ്യപരിസരത്തിൽ ഇൻഡോറിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അത് നമ്മളുടെ ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിനുള്ളത് 24 മണിക്കൂറിൽ 50,000 ബെഡ്ഷീറ്റ് നമുക്ക് വിതരണം ചെയ്തുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് വേണ്ടത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ കുൽദുസൻ മിക്തനുള്ള ഒരു വലിയ ഒരു ചാരിറ്റി കാർഡാണ് ഈ പരിപാടി നടത്തിയത്. അപ്പോൾ ഈ ചാരിറ്റി കാർഡ് പരിപാടി നടത്തുമ്പോൾ നമ്മളുടേതും ഒരു ചാരിറ്റിയാണ്, ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ട്രസ്റ്റാണ്. അതുപോലെ നമ്മളും ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കൊണ്ട് അവർ ഒരുപാട് ട്രസ്റ്റിൻ്റെ കാർഡ് അവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമീപിച്ചതിൻ്റെ കൂടെ ട്രസ്റ്റിൻ്റെ ഞങ്ങളെപ്പോലെ പല ട്രസ്റ്റുകാരും ആ വേദിയിൽ ഉണ്ടായിരുന്നു. പലരുടെയും ട്രസ്റ്റുകളുണ്ട്. അതിൽ ഈ പല ട്രസ്റ്റുകാരുടെ കൂടെ തന്നെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ള കൊണ്ട് എല്ലാവരും ചേർത്താണ് ആ 24 മണിക്കൂറിൽ നമ്മൾ 50,000 ബെഡ്ഷീറ്റ് കൊടുക്കാൻ സാധിച്ചത്.